നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ റോസാപ്പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം പഞ്ചാബിലെ ചണ്ഡീഗഡാണ്. പക്ഷേ അജ്മീർ ദർഗയിലെത്തിയപ്പോൾ സംശയമായി, അജ്മീറാണോ പനിനീർപ്പൂക്കളുടെ നഗരമെന്ന്. എല്ലാ കടകളിലും റോസാപ്പൂക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ആ പ്രദേശം മുഴുവനും റോസാപ്പൂക്കളുടെ സുഗന്ധമായിരുന്നു. ലോകമൊട്ടാകെയുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് രാജസ്ഥാനിലെ അജ്മീറിലുള്ള ഹസ്രത്ത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗ അഥവാ ഗരീബ് നവാസ്. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യർ ഇവിടെ ആരാധനയ്ക്കായും സന്ദർശനത്തിനായിട്ടും വരുന്നുണ്ട്. പ്രതിദിനം 20,000-ഓളം ആളുകൾ വരുന്നുണ്ടെന്നാണ് കണക്ക്. ഡിസംബർ മാസത്തിലാണ് വാർഷികാഘോഷമായിട്ടുള്ള ഉർസ് നടത്തുന്നത്. ആ സമയത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നു പോകുന്നത്. AD 1141-നും 42-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ എപ്പോഴോ ഇറാനിലെ സിജാൻ പ്രവിശ്യയിലാണ് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി ജനിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആത്മീയ വഴിയിലേക്ക് ആകർഷിക്കപ്പെട്ട ബാലനായിരുന്നു ചിസ്തി. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സ്വപ്നദർശനമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തി. 1192-ൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ കാലത്താണ് അദ്ദേഹം ഇവിടെ അജ്മീറിലെത്തിയത്. ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം ഒരുപോലെ കാണുന്നതിനും സ്നേഹിക്കുന്നതിനും അവർക്കു വേണ്ടി സേവനം ചെയ്യുന്നതിനുമായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു അദ്ദേഹം. സൂഫി സന്യാസിയായിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. AD 1236 ഹിജറ വർഷം 633-ലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇസ്ലാമിക മാസം റജബ് 6-ാം തീയതി. ഇവിടുത്തെ വിശേഷ ആഘോഷം ഉറൂസ് കൊണ്ടാടുന്നത് ഈ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ 8 ശവകുടീരങ്ങൾ കൂടി ഇവിടെയുണ്ട്. മുഗൾ ചക്രവർത്തിമാരായ അക്ബർ, ഷാജഹാൻ തുടങ്ങിയവരുടെ കാലത്തൊക്കെ ഈ ദർഗയ്ക്ക് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഭണ്ഡാരപ്പെട്ടി ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. ബ്രഹ്മാണ്ഡ വലിപ്പത്തിലുള്ള 2 ചരക്കുകൾ, അതിലേക്ക് ഭക്തർ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള കാണിക്കകൾ ഇതിൽ നിക്ഷേപിക്കുകയാണ്. പടികൾ കയറി വേണം ഈ കറുത്ത് കാണുന്ന ഈ ഭണ്ഡാരത്തിൻ്റെ അതിലേക്ക് നിക്ഷേപിക്കാൻ. ഇതുപോലെ ബ്രഹ്മാണ്ഡ വലിപ്പത്തിലുള്ള ഒരു ഭണ്ഡാരം കണ്ടിട്ടുള്ളത് ആന്ധ്രയിലെ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ക്ഷേത്രമാണിത്. ഇതുപോലെ കോണിപ്പടി കയറി ചാക്കുകളിലൊക്കെ കൊണ്ടുവരുന്ന കാണിക്ക ഭണ്ഡാരത്തിലിടുന്നു. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല എന്താ ഇടുന്നുള്ളത്. അവിടെ ദേവന് അർപ്പിക്കുന്നതിൻ്റെ ഇരട്ടി ഭക്തന് കിട്ടുന്നതാണ് വിശ്വാസം. നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ദേഹ ശുചീകരണത്തിലാണ് കുറേ ആളുകൾ.
ഈ ഭാഗത്ത് വന്നപ്പോൾ കുറേ പേര് നിസ്കരിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ ആരാധനയ്ക്ക് വരുന്നവർക്ക് പിന്നെ അന്നദാനമുണ്ട്. കാണിക്കയായിട്ട് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പള്ളിയിൽ വരുന്നവർ നമസ്കരിച്ച് പോകുകയല്ല, എല്ലാവരും മിക്കവാറും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് കാണുന്നത്. ഈ ഭാഗത്ത് പുരുഷന്മാരുടെ നിസ്കാരമാണ് കാണുന്നത്. നാലു ചുറ്റും പർവ്വത നിരകളാൽ, ആരവല്ലി പർവ്വതം നിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് രാജസ്ഥാനിലെ അജ്മീർ. അജ്മീറിലെ അനാസാഗർ ലേക്കിനെ കുറിച്ചും സമീപ പ്രദേശമായിട്ടുള്ള പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രത്തിനെ കുറിച്ചും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ പള്ളിയിൽ വരുന്ന ആളുകൾ വിശ്രമിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ എന്ന് നിശ്ചയമില്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശിരസ് മറയ്ക്കണം, ശരീരം മറയ്ക്കണം എന്ന് നിർബന്ധമാണല്ലോ. പക്ഷേ എൻ്റെ മുന്നിലൊരു സ്ത്രീ കുറേ നേരമായി ഇങ്ങനെ നടക്കുന്നു. കുറേ നേരമായി അല്ലാഹു അക്ബർ വിളികൾക്കൊപ്പം തന്നെ സംഗീതത്തിൻ്റെ അലകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പാടുകയാണ്. അകമ്പടിയായി തബലയും ഡോലക്കുമുണ്ട്. ഉത്തരേന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഖവ്വാലി സംഗീത സദസ്സാണ് ഇത്. അവിടെ ഇരിക്കുന്നവർക്കൊപ്പം കുറച്ചു നേരം ഞങ്ങളും അവിടെ ഇരുന്നത് കേട്ടു. ആ സംഗീതത്തിൻ്റെ ആന്തരാർത്ഥം ഈശ്വരനെ സ്തുതിക്കുന്നത് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളും ആർച്ചുകളും ഒക്കെ ആയിട്ട് ഇന്തോ ഇസ്ലാമിക് രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഇത്രയും തിരക്ക്, അപ്പോൾ ഉത്സവ ദിവസങ്ങളിൽ എന്തായിരിക്കും? ദർഗയുടെ മറ്റൊരു ഭാഗത്തെത്തി ഞങ്ങൾ. ഒരാൾ മയിൽപ്പീലി ചൂലും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ മയിൽപ്പീലി ചൂലുകൊണ്ട് നമ്മളുടെയൊക്കെ തലയിൽ ഒന്ന് തടവുന്നുണ്ട്. ഏതോ അനുഗ്രഹിക്കുന്ന രീതിയാന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ശ്രീലത.